നമസ്കാരം. ഓഫ് റെക്കോർഡിലേക്ക് സ്വാഗതം. ഇപ്പോ പലസ്തീനെ രക്ഷിച്ചതിന് ശേഷം കേരളത്തിലെ സുഡാപ്പികളും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമായി അടുത്ത പ്രദേശത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ലക്ഷദ്വീപിനെയാണ് ഇവരിപ്പോൾ രക്ഷിക്കുന്നത്. സേവ് ലക്ഷദ്വീപ് എന്നാണ് ഇപ്പോൾ മുറവിളി. അതായത് ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെയോ കൈകടത്തുന്നു, കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ പറഞ്ഞത്. ലക്ഷദ്വീപിൽ ചില നിയന്ത്രണങ്ങൾ, നിയമങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ തുനിഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഇവര് എന്തൊക്കെ പ്രചരണങ്ങളാണ് ഇപ്പോൾ അഴിച്ചുവിടുന്നത്? ഇത് സംബന്ധിച്ച് ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നത് നമ്മളുടെ നിലച്ചുപോയ പ്രസിദ്ധീകരണമായ തേജസിന്റെ ഓൺലൈനിലാണ്. ഇത്തരത്തിൽ വളരെ വർഗീയ ചുവയോടുകൂടിയുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. ഇതിനെ ഏറ്റുപിടിച്ചത് നിലവിലെ കൽപ്പറ്റ MLA കൂടിയായ ടി സിദ്ദിഖാണ്. ഇത് ആദ്യമായി തേജസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും എഴുത അപ്പാടെ പകർത്തി സിദ്ദിഖ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നു. തുടർന്ന് കോൺഗ്രസിന്റെ പല യുവതുർക്കികളും ഏറ്റെടുക്കുന്നു, മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നതാ ഇപ്പോൾ സേവ് ലക്ഷദ്വീപ് എന്ന മുറവിളിയായി തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ലക്ഷദ്വീപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷദ്വീപിൽ എത്തിയ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്ന ഗുജറാത്തുകാരന് നേരെയാണ് ഇവരൊക്കെ വാളെടുക്കുന്നത്. സംഗതി ഇത്രയേ ഉള്ളൂ. അതായത് ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ നിയമം, അല്ലെങ്കിൽ ആ ഒരു നിയമത്തിന്റെ കരട് ലക്ഷദ്വീപ് ഭരണകൂടം ഒരു 21 ദിവസങ്ങൾക്ക് മുൻപേ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ലക്ഷദ്വീപിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച് പറയാമെന്ന് പറഞ്ഞ് ഈ 19-ാം തീയതി വരെയായിരുന്നു അതിനുള്ള സമയം കൊടുത്തിരുന്നത്. 19-ാം തീയതി കൂടി ആ സമയം അവസാനിച്ചിരിക്കണം. ആയിരക്കണക്കിന് അഭിപ്രായങ്ങളാണ് ഈ നിയമം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനും ലക്ഷദ്വീപ് ഭരണകൂടത്തിനും കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ കമ്പൈൽ ചെയ്ത് ഇതൊരു നിയമമായി വരണമെങ്കിൽ നമുക്കറിയാം 2-3 വർഷമൊക്കെ എടുക്കും. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. ഇപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഇവരുടെ മുറവിളി? ഞാൻ VT ബൽറാം, മുൻ MLA ആയിരുന്ന VT ബൽറാം ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ നിലവിളിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ബൽറാം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ജനാധിപത്യ സംവിധാനത്തിലൂടെ നിലവിൽ വന്നിരുന്ന ജില്ലാ പഞ്ചായത്തിന്റെ അധികാരങ്ങളെല്ലാം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ലക്ഷദ്വീപിനെ പൂർണ്ണമായും പഞ്ചായത്ത് അധികാരങ്ങൾ എല്ലാം അവർ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനം? നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇന്ത്യയിൽ മറ്റെങ്ങും ഇല്ലാത്തതുപോലെ തന്നെ ലക്ഷദ്വീപിലെ പഞ്ചായത്തിന് 2012 കേന്ദ്ര സർക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില അധികാരങ്ങൾ കൈമാറുകയുണ്ടായി. അതായത് ഈ രാജ്യത്ത് എങ്ങും ഇല്ലാത്ത ചില അവകാശങ്ങളാണ് അവർക്ക് കൊടുത്തത്. അതായത് ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, ഫിഷറീസ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകൾ നേരിട്ട് പഞ്ചായത്തുകളെ ഏൽപ്പിച്ചു. ഇത് 2012 പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഏർപ്പെടുത്തിയത്. പക്ഷേ ആ പരീക്ഷണം പരാജയമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ അത് പിൻവലിക്കാൻ തീരുമാനം. ഇതാണ് ഇതിനകത്തെ ഒരു തീരുമാനമുള്ളത്. അതായത് ലക്ഷദ്വീപിലെ മെഡിക്കൽ ഡയറക്ടറേറ്റ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം ജില്ലാ പഞ്ചായത്ത് പോലെയുള്ള ഒരു ഭരണകൂടം കൈയാളുന്നതിനെ? അപ്പം ഇത്തരത്തിൽ അവിടെ പരാജയപ്പെട്ട ഭരണ സംവിധാനങ്ങളെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. ഇതാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വലിയ ഒരു പാതകം. നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാത്ത രാജ്യത്തെ അപൂർവം പ്രദേശങ്ങളിൽ ഒരെണ്ണം കൂടിയായിരുന്നു ഈ പ്രദേശം. അവിടെങ്ങൾക്ക് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്ന അടുത്ത കാര്യമാണ്, അവിടെ ലക്ഷദ്വീപിൽ നിർമ്മാണത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് ലക്ഷദ്വീപിൽ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ടുള്ള ഒരാളാണ്. ലക്ഷദ്വീപിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം വളരെ ചെറിയ പ്രദേശങ്ങളാണ്, നിരവധി ദ്വീപുകളാണ്. ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് നമുക്ക് ബോട്ടിന്റെ സഹായത്തോടെ പോകാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇവിടങ്ങളിൽ നിർമ്മാണത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നതായിരുന്നു വസ്തുത. കാരണം നിരവധി പാരിസ്ഥിതികലോല പ്രദേശങ്ങളുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്, മുഴുവൻ തീരപ്രദേശമാണ്. പക്ഷെ അവിടെ നിർമ്മാണത്തിന് ഇപ്പോൾ യാതൊരു നിയന്ത്രണവുമില്ല. തൊട്ടടുത്ത വീടിന്റെ കിണറിനടുത്ത് കൊണ്ടുവന്ന് നമുക്ക് കക്കൂസ് കുഴിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് കെട്ടിടം നിർമ്മിക്കാം, ഏത് പാരിസ്ഥിതിക ലോല പ്രദേശത്ത് നിങ്ങൾക്ക് നിർമ്മാണം നടത്താം. അതിനൊക്കെ കേന്ദ്ര സർക്കാർ തടയിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് വേണോ വേണ്ടയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ ഉള്ളതായിരുന്നു ഇപ്പൊ അവരെ പറയുന്നത്, ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ്, 80,000 താഴെ മാത്രം ജനസംഖ്യയുള്ള ദ്വീപിൽ മത്സ്യബന്ധന തൊഴിലാളികൾ ഷെഡുകളെല്ലാം പൊളിച്ചു മാറ്റി അവരെ കുടിയൊഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ആരോപണം. എന്താ സത്യം?
കേന്ദ്ര സർക്കാർ നമ്മളുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കവരത്തിയെ ഉൾപ്പെടുത്തി. ആ കവരത്തി ഞാൻ പോയിട്ടുള്ളതാണ്. കവരത്തിയിലെ പ്രധാന പരിപാടികളൊക്കെ നടക്കുന്ന അവിടെ ഒരു പഞ്ചായത്ത് സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു സ്റ്റേജും ഉൾപ്പെടെയുള്ള ഒരു വെളിം പ്രദേശമുണ്ട്. അവിടെയാണ് ഇപ്പോൾ നിലവിൽ ഒരു പദ്ധതികളും ഇല്ലാത്തത് കൊണ്ട് തൊഴിലാളികൾ കൊണ്ടുവന്ന് മീൻ ഉണക്കുന്നു, അവരുടെ ബോട്ടുകൾ വെക്കുന്നു, അവർ ഷെഡ് കെട്ടി അവിടെ വിശ്രമിക്കുന്നു. ഇത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് വികസിപ്പിക്കാൻ ടൂറിസം സാധ്യത ഉൾപ്പെടെയുള്ള ലക്ഷദ്വീപിന്റെ വികസനത്തിന് വേണ്ടി ആ പ്രദേശത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോ സർക്കാർ സ്ഥലമാണ്. അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് നോട്ടീസ് കൊടുത്തു. ആരും ഒഴിഞ്ഞു പോയില്ല. അവരുടെ താൽക്കാലിക ഷെഡുകൾ പൊളിച്ചു മാറ്റി. ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മുടെ ഇവിടെ മൂന്നാറിൽ JCB ഉപയോഗിച്ച് എങ്ങനെയാണ് വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വഴി ഇടിച്ചു നിർത്തിയില്ലേ? അത്ര വലിയ ദ്രോഹമൊന്നും ചെയ്തില്ല. ഇവിടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയ നിങ്ങളുടെ ഷെഡുകൾ പൊളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അവർ പൊളിച്ചില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്നത് പൊളിച്ചു നീക്കി. അതിനാണ് അവിടെ ഇതാ സർക്കാർ, കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളുടെ സ്ഥലം കയ്യേറി അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതെന്നാണ് ഇവരുടെയൊക്കെ ഉള്ള ഒരു വാദം. അടുത്തതാണ് ലക്ഷദ്വീപിൽ ഗുണ്ട ആക്ട് നടപ്പാക്കുന്നത്. അതിനിപ്പോ നമ്മുടെ ഈ ബൽറാം പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കുറ്റവാളി പോലും ഇല്ലാത്ത ലക്ഷദ്വീപിൽ അടിയന്തരമായി ഗുണ്ട ആക്ട് നടപ്പാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ഇവിടെ ലക്ഷദ്വീപ് ശരിയാണ്, താരതമ്യേന ശാന്ത സ്വഭാവികളായ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. നമുക്കറിയാം അവിടെ അക്രമ സ്വഭാവങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ബൽറാമെ, പ്രിയപ്പെട്ട ബൽറാമെ, താങ്കളൊന്ന് മനസ്സിലാക്കണം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ അവിടുത്തെ ആന്ത്രോത്ത് ദ്വീപിലെ അമിനി ദ്വീപിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായിരുന്ന സയ്യിദ് മുഹമ്മദ് കോയയുടെ കടയും വീടും ഉൾപ്പെടെ NCP, അതായത് അവിടുത്തെ ഇടതുപക്ഷമാണ്, NCP പ്രവർത്തകർ അടിച്ച് തകർത്ത് തീയിട്ട് ഒരു സംഭവം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഉണ്ടായത്. കോൺഗ്രസ്സുകാർ തിരിച്ച് വീണ്ടും NCPക്കാരുടെ വീടുകളും കടകളും ഒക്കെ അടിച്ചു തകർത്ത സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി അതാ അദ്ദേഹം പറയുന്നത് അവിടെ അക്രമ സ്വഭാവം ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ 1990-കളിൽ ഇവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണല്ലോ അവിടെയാണ് റംസാൻ മാസത്തിൽ അവിടെ ആന്ത്രോത്ത് ദ്വീപിൽ അവിടുത്തെ ഹസ്രത്ത് ഉബൈദുള്ളയുടെ അവിടുത്തെ ഒരു പ്രാദേശികമായ ഒരു മുസ്ലിം പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ മയ്യത്തുള്ള പള്ളിക്ക് നേരെ വെടിവെപ്പുണ്ടായി. അതായത് കോൺഗ്രസിന്റെയും NCPയുടെയും കുടിപ്പക. അതിന്റെ ഭാഗമായ പള്ളിക്ക് നേരെ വെടിവെപ്പുണ്ടായി, 2 പേര് മരിച്ചു. അവിടെ ഇന്ന് ഒരു പെൺകുട്ടി, അതായത് വാഹിദ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ 2 കണ്ണിലും വെടിയേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷിയായി അവിടെയുണ്ട്. അതും പോയിക്കോട്ടെ, നിരവധി വെടിവെപ്പുകളും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ അക്രമം കുറവുള്ള ദ്വീപൊന്നുമല്ല. ഇനി അതെല്ലാം നിങ്ങൾ മാറ്റിവെക്കൂ. ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ദേശീയ മാധ്യമങ്ങളിൽ അടക്കം BBC അടക്കമുള്ള വന്ന കാര്യങ്ങളൊന്നും ഇവിടുത്തെ നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ഈ ദ്വീപ് സമൂഹത്തെയാണ് അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകൾ താവളമാക്കുന്നു. ആയുധക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, കള്ളക്കടത്ത് തുടങ്ങി നിരവധി ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ താവളമായി ലക്ഷദ്വീപിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നും ലക്ഷദ്വീപിലെ പ്രാദേശികവാസികളായ സാധാരണ മനുഷ്യന്മാരെ അവർ ഇതിലേക്ക് ട്രാപ്പിൽപ്പെടുത്തുന്നു ഒക്കെയുള്ള നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഗുണ്ട ആക്ട് നടപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു. കാര്യം നമുക്കറിയാം, ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ചുറ്റും കടലാണ്. അവിടെയുള്ള കടലിലെ നക്ഷത്ര ആമകൾ, കടൽ വെള്ളരി തുടങ്ങിയ പാരിസ്ഥിതികമായ വളരെ അതീവ പ്രാധാന്യമുള്ള ജൈവ വസ്തുക്കളുടെ കള്ളക്കടത്ത് വളരെ വ്യാപകമാണ്. അവിടുത്തെ നിരവധി ചെറുപ്പക്കാരിന്ന് അവിടെ ജയിലിൽ കിടപ്പുണ്ട്. അപ്പൊ ഇത്തരം നിയമങ്ങൾ ഒക്കെ അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റീസിനെയൊക്കെ നിയന്ത്രിക്കാൻ ശക്തമായ നിയമം ലക്ഷദ്വീപിലില്ല. അവിടെ ലക്ഷദ്വീപിന്റെ പോലീസാണുള്ളത്. ഇവരുമായി ചേർന്ന് എല്ലാം ഒത്തുതീർപ്പാക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് ഇന്ന് ലക്ഷദ്വീപിൽ നിന്നാണ് കടത്തിക്കൊണ്ടുവരുന്നത്, ലക്ഷദ്വീപിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു. അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂഷൻ. അന്താരാഷ്ട്ര ആയുധക്കടത്ത് ലക്ഷദ്വീപ് കേന്ദ്രമാക്കി നടത്തുന്നു. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ അതിനുവേണ്ടിയാണ് ഗുണ്ട ആക്ട് അടക്കമുള്ള ശക്തമായ നിയമങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിനാണ് ഇവരിപ്പോൾ ഗുണ്ട ആക്ട് നടപ്പാക്കുന്നതിനെ അവര് എതിർക്കുകയാണ്. ഇനി അടുത്ത ഒരു കാര്യമാണ്, അടുത്ത ഇവരുടെ സ്ഥിരം വാദമാണ് സ്വകാര്യത. അതോ നോക്കൂ, ബൽറാം പറഞ്ഞിരിക്കുകയാണ് ലക്ഷദ്വീപിന് ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്ന കേരളത്തിലെ ബേപ്പൂർ തുറമുഖമായുള്ള ബന്ധം അപ്പാടെ വിച്ഛേദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എത്ര പച്ചക്കള്ളമാണ്! എന്താ ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം? അതായത് ഇപ്പൊ നമുക്കറിയാം, ലക്ഷദ്വീപ് ചുറ്റും കടലാണ്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ലക്ഷദ്വീപിലേക്ക് എത്തിക്കണമെങ്കിൽ കപ്പൽ മാർഗം, കേരളത്തിൽ നിന്ന് പോകുന്ന കപ്പൽ മാർഗമാണ് അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും, എല്ലാ വസ്തുക്കളും, അവിടെ മീനും നാളികേരവും ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് അവിടെ കൊണ്ടുചെല്ലുകയാണുള്ളത്. അപ്പൊ ഈ ചരക്ക് നീക്കം വലിയ പ്രശ്നമാണ്. ഇപ്പൊ സർക്കാർ എന്താ ചെയ്തത്? സർക്കാർ നിയന്ത്രണത്തിലുള്ള ചില സാധനങ്ങളുണ്ട്. സർക്കാർ അവിടേക്ക് എത്തിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതായത് ഗ്യാസ്, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ഈ കാര്യങ്ങൾ
മംഗലാപുരത്തു നിന്നും ഡയറക്റ്റ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ സ്വകാര്യ വ്യക്തികളോട് നിങ്ങൾ കൊണ്ടുപോകുന്ന പാല്, പച്ചക്കറി, പഴം, അവിടേക്ക് വേണ്ട മറ്റ് നിത്യോപയോഗ സാധനങ്ങളും എല്ലാം മംഗലാപുരത്തു നിന്ന് കൊണ്ടുവരണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ബേപ്പൂരിൽ നിന്നോ കോഴിക്കോട് നിന്നോ കൊച്ചിയിൽ നിന്നോ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ധാരാളമായി. അപ്പൊ ഇങ്ങനെയാണ് ഇവർ ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഈ പറഞ്ഞ ഗ്യാസ്, ഡീസൽ, പെട്രോളിയം, മണ്ണെണ്ണ തുടങ്ങിയ സാധനങ്ങൾ മംഗലാപുരത്തു നിന്ന് കൊണ്ടുപോകാൻ കേന്ദ്രം തീരുമാനിച്ചു. കാരണം എന്താണെന്ന് അറിയാമോ? അതും നിങ്ങൾ അറിയണം. കേരളത്തിലെ ട്രേഡ് യൂണിയനുകളുടെ വൃത്തികെട്ട സ്വഭാവം ബേപ്പൂരും കോഴിക്കോടും ഒക്കെ അവർ കാണിക്കുന്നത് കൊണ്ട് ചരക്ക് നീക്കത്തിന് ചെലവ് കൂടുന്നു. അപ്പൊ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? സ്വാഭാവികമായി മംഗലാപുരം പോർട്ടിലാണ് ഇത് വരുന്നത്, മംഗലാപുരത്തും ഡയറക്റ്റ് അവിടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇത്രയുള്ള വിഷയം. അതിനാണ് ഈ ബേപ്പൂരുമായിട്ടുള്ള കേരളവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് ഇവർ പറയുന്നത്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. സാധാരണഗതിയിൽ കേരളത്തിൽ നിന്നാണ് ഈ പഞ്ചസാര മംഗലാപുരത്തു നിന്നാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ മംഗലാപുരത്തു നിന്ന് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ 40 രൂപയാണ് 1 കിലോ പഞ്ചസാരക്കെങ്കിൽ നമുക്ക് ലക്ഷദ്വീപിലും അതേ വിലയ്ക്ക് കിട്ടും. കാരണം മംഗലാപുരത്തു നിന്നും ചെലവ് കുറച്ച് കൊണ്ടുപോകും. പക്ഷെ മൺസൂൺ ആയാൽ ഇത് പറ്റില്ല. കാരണം മംഗലാപുരത്തു നിന്നും മഴക്കാലത്തുള്ള ബോട്ട് സർവീസ് ഇല്ല. കേരളത്തിൽ നിന്ന് മാത്രമാണ് ഓൾ വെതർ ഷിപ്പുകൾ ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യും? കോഴിക്കോട് നിന്നും ബേപ്പൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും അവിടെ പഞ്ചസാര കയറ്റുന്നു. അതോടുകൂടി ലക്ഷദ്വീപില് തീ പിടിച്ച വിലയാകും പഞ്ചസാരയ്ക്ക്. കാര്യം ഇവിടെ ചെലവ് കൂടുതലാണ്. കയറ്റിയിറക്ക് കൂലി ഉൾപ്പെടെയുള്ള കാര്യം. കേരളം തന്നെ ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഒരിടത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനം റീപോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ചെലവ് കൂടും. ഇതാണ് ഉദാഹരണം. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വിചാരിച്ചു പെട്രോളിയത്തിന്റെയും മണ്ണെണ്ണയെയും ഒക്കെ ഡയറക്റ്റ് മംഗലാപുരത്ത് നിന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ കേരളവുമായുള്ള ബന്ധമൊന്നും വിച്ഛേദിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇവര് കള്ളം പ്രചരിപ്പിക്കുന്നത്. ഇനി അടുത്ത കാര്യം, ഇനിയുടെ നിരവധി കാര്യങ്ങളുണ്ട്. അടുത്ത ബൽറാമിന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ, ലീഗ് നേതാക്കന്മാരുടെയൊക്കെ മുറവിളിയാണ് സ്കൂളിലെ അതായത് ബീഫ് നിരോധനം ഏർപ്പെടുത്തി. സ്ഥിരം ഇവർക്ക് പറയാനുള്ളൂ, ഇവരെന്നാണ് ഇനി ഇംഗ്ലീഷ് പഠിക്കുന്നത്? കൗ, ബീഫ്, ബഫലോ ഇതൊക്കെ തമ്മിൽ സാമാന്യമായ അർത്ഥവ്യത്യാസമുണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. രാജ്യത്ത് ഗോവധം നിരോധിച്ചിട്ടുണ്ട്. ശ്രീ ബൽറാം, താങ്കളുടെ കോൺഗ്രസ് സർക്കാർ തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിട്ടുള്ളത്. ഗാന്ധിജി അടക്കം പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് വരെ ആവശ്യപ്പെട്ടയാളാണ് മഹാത്മാഗാന്ധി. അപ്പൊ ഗോവധം രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയത് കോൺഗ്രസ് ആണ്. അപ്പൊ പശുവിറച്ചി സ്കൂളിന്റെ മെനുവിൽ നിന്ന് ഒഴിവാക്കി. അതിനാണ് ഇവർ ബീഫ് ഒഴിവാക്കി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. അതിന്റെ സത്യം അത്രയുമാണ് ഉള്ളത്. ഇനി അടുത്ത വലിയൊരു പ്രധാനമായ ഒരു കാര്യമാണ് ബൽറാം ഇതിരിക്കുകയാണ്. മദ്യരഹിതമായ ദ്വീപിൽ ടൂറിസത്തിന്റെ പേര് പറഞ്ഞ് മദ്യശാലകൾക്ക് അനുമതി കൊടുക്കും. എത്ര വലിയ കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. നിലവിൽ നമുക്കറിയാം ലക്ഷദ്വീപിൽ മദ്യം ബംഗാരം ഐലൻഡിൽ മാത്രമാണ് കിട്ടുന്നത്. ഞാൻ ബംഗാരം ഐലൻഡിൽ പോയിട്ടുള്ള ഒരാളാണ്. ടൂറിസം പ്രദേശമാണത്. ആരാണ് ബംഗാരം ഐലൻഡിൽ മദ്യം അനുവദിച്ചത്? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. ബംഗാരത്തെ ഒരു ടൂറിസം സ്പോട്ടായി ഡെവലപ്പ് ചെയ്ത് അവിടെ മദ്യം അനുവദിപ്പിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. ഇപ്പൊ BJP-ക്കാർ എന്ത് ചെയ്തു? ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2 ദ്വീപുകളിൽ കൂടി ഇതേപോലെ ഹോട്ടലുകളിൽ മദ്യം അനുവദിക്കാൻ തീരുമാനിച്ചു. അതായത് മിനിക്കോയിലും കവരത്തി ഉൾപ്പെടെയുള്ള 3 ദ്വീപുകളിൽ കൂടി ഇനി ഹോട്ടലുകളിൽ മദ്യം കിട്ടും. ഇപ്പൊ നിലവിൽ ബംഗാരത്തെ ഹോട്ടലുകളിൽ കിട്ടും. അല്ലാതെ ലക്ഷദ്വീപിലെങ്കും ബാറുകൾ തുറന്നിട്ടില്ല. സിവിൽ സപ്ലൈസ് ഗോഡൌണുകൾ അനുവദിച്ചിട്ടില്ല. സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടില്ല. ടൂറിസ്റ്റുകൾ വരുമ്പോൾ, കാര്യം ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ മദ്യശാലകൾ വേണമെന്ന് രാജ്യത്തെ എല്ലാ സർക്കാരുകളും ഇവിടെ പിണറായി വിജയനും പറയാറില്ലേ? അപ്പൊ ടൂറിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർ താമസിക്കുന്ന ഹോട്ടലുകളിൽ അവർക്ക് മദ്യം കൊടുക്കാൻ 2 ദ്വീപുകളിൽ കൂടി, കാര്യം ടൂറിസ്റ്റുകൾ പോകുന്ന ദ്വീപുകളിൽ മാത്രമല്ലേ ഇത് പറ്റുള്ളൂ. അങ്ങനെ 3 ദ്വീപുകളിൽ കൂടി ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. ആർക്ക്? ഹോട്ടലുകൾക്ക്. അല്ലാതെ അവിടെ എങ്ങും മദ്യശാലകൾ അനുവദിച്ചിട്ടില്ല ശ്രീ ബൽറാം. അതുകൊണ്ട് അങ്ങ് കള്ളം പറയരുത്. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആർജവം ഉണ്ടെങ്കിൽ ഈ കള്ളമൊക്കെ പിൻവലിക്കണം. നിങ്ങൾ കുറെ കാലമായി ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ ഇതാണ് അവിടുത്തെ മദ്യത്തിന്റെ കാര്യത്തിൽ. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത ഒരു ആരോപണം കൂടിയുണ്ട്, അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. പിന്നെ പറയാണ്, അതായത് ഡയറി ഫാം അടച്ചുപൂട്ടി ലക്ഷദ്വീപിലെ. അതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള സാധനം. ലക്ഷദ്വീപിലെ ഡയറി ഫാം അടച്ചുപൂട്ടി എന്നാണ് ഇവർ പറയുന്നത്. എന്താണെന്നറിയോ സംഗതി? ലക്ഷദ്വീപിൽ ഞാൻ തിരക്കി. ലക്ഷദ്വീപിൽ 2 സർക്കാർ നിയന്ത്രണത്തിലുള്ള 2 ഡയറി ഫാമുകളുണ്ട്, കവരത്തിയിലും മിനിക്കോയിലും. ഈ 2 ഡയറി ഫാമുകളുടെ 10 പശുക്കളിൽ താഴെയാണ് ഉള്ളത്. ഈ 2ഇടത്തും കൂടി ഉള്ളത്. നമുക്കറിയാം, മനുഷ്യനുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ വെളിയിൽ നിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്.
ഈ പശുവിന് കൊടുക്കാനുള്ള പുല്ല് വളർത്തുന്നത് ഇപ്പോൾ മിനിക്കോയിൽ മാത്രമാണ് പുല്ല് വളർത്തുന്നത്. അത് സർക്കാർ നിയന്ത്രണത്തിലാണ് ആ പുല്ല് വളർത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 10 പശുവിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പുല്ല് വളർത്തി ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിൽ കൊണ്ടുപോയി കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നും മംഗലാപുരത്തു നിന്നും കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഈ പശുവിനെ അവിടെ പരിപാലിക്കുമ്പോൾ 1 ലിറ്റർ പാലിന് 800 രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്നു സർക്കാർ. നിങ്ങൾ മനസ്സിലാക്കണം, 850 രൂപയോളമാണ് 1 ലിറ്റർ പാലിന്റെ ചെലവായിട്ട് വരുന്നത്. കാര്യം ഇത്രയും പശുക്കളെ പരിപാലിക്കാൻ വെറും 100 ലിറ്റർ താഴെയാണ് ഈ 2 ഫാമുകളിൽ നിന്നും സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാല്. ആ പാല് വിൽക്കുന്ന എത്ര രൂപയ്ക്കാണെന്നറിയോ? 35 രൂപയ്ക്ക്. അത് കേരളത്തിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് അവിടെയും വിൽക്കുന്നു. 35 രൂപയ്ക്ക് പാല് വിൽക്കണം. 100 കണക്കിന് രൂപ സർക്കാരിന് ചെലവാകുന്നു. ഇനി ഈ 35 രൂപയുടെ പാല് കിട്ടുന്നതോ അവിടുത്തെ രാഷ്ട്രീയക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ VVIPകൾക്ക് മാത്രം. കാര്യം ആകെ 100 ലിറ്റർ പാല് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊക്കെ അറിയാം. ഇവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പാലാണ് കൊടുക്കുന്നത്. എന്ത് ചെയ്തു? പുതിയ പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത്രയും ആയിരക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാക്കി. ഇത് വേണ്ട. കവർ പാല് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അമൂലിന്റെ പാല് അവിടെ വിതരണം. അതിന് പറഞ്ഞത് ആരോടാണ്? കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി ലക്ഷദ്വീപിലെ സഹകരണ സംഘം മുഖാന്തരം അമൂലിന്റെ ഡയറി ഉൽപ്പന്നങ്ങൾ അവിടെ കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാരന് ലഭ്യമാക്കാൻ ശ്രമിച്ചു. ഇതിനാണ് പറഞ്ഞത് അവിടുത്തെ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്നു എങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോൾ ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയാണ് വ്യാജ നിർമ്മിതികൾ അല്ലെങ്കിൽ വ്യാജമായ പ്രചരണത്തിൽ കൂടി ഒരു ജനതയെ മുഴുവൻ ഇളക്കി വിടാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങൾ. ഇത് നമ്മൾ CAA കാലത്ത് കണ്ടു, കാർഷിക ബില്ലിന്റെ കാര്യത്തിൽ കണ്ടു, പലസ്തീന്റെ കാര്യത്തിൽ കണ്ടു. ഇപ്പൊ ഏറ്റവും അവസാനം അവർ ലക്ഷദ്വീപിനെ എങ്ങനെയെങ്കിലും തകിടം മറിക്കാൻ പറ്റുമോ? കാരണം നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് നിങ്ങൾ ഭരിച്ചതുപോലെ രാജ്യം അതേപോലെ ഭരിക്കാനല്ല BJP സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ തോന്നിവാസങ്ങളും, എല്ലാ ക്രമവിരുദ്ധമായ കാര്യങ്ങളും, എല്ലാ അനധികൃതമായ കാര്യങ്ങളിലും ഞങ്ങൾ കൈകടത്തും സർ. അതിനെയൊക്കെ നിയന്ത്രിക്കും. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് മാൻഡേറ്റ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ വന്നിട്ടുള്ളത്. അതിനെ നിങ്ങൾ BJPക്കെതിരെ കാവ്യവൽക്കരണം, മുസ്ലിങ്ങൾ താമസിക്കുന്ന ജനങ്ങൾ, മുസ്ലിങ്ങൾ താമസിക്കുന്നവരെന്താ അവർ ഇന്ത്യക്കാരല്ലേ? ഏത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും രാജ്യത്തിന്റെ നിയമം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ആ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അത് വിശ്വാസത്തിൽ ഇവിടെയാണ് വിശ്വാസം വരുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ വേണ്ടതിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ നിങ്ങൾ മതത്തെ വലിച്ചിഴയ്ക്കുന്ന ഈ നാണം കെട്ട വൃത്തികെട്ട ഏർപ്പാട് നിങ്ങൾ നിർത്തണം. അവിടെ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇവിടെ നിന്ന് നിങ്ങൾ കേരളത്തിൽ ഇരുന്ന് ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പല്ലാതെ ലക്ഷദ്വീപിൽ യാതൊരു പ്രശ്നങ്ങളും നടക്കുന്നില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇതാണ് ഇപ്പോൾ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളുടെ യാഥാർത്ഥ്യം. ഇത്രയും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം വിനിയോഗിച്ചത്. എന്തായാലും ഇവരുടെ ഈ കുപ്രചരണങ്ങൾ കണ്ടൊന്നും എന്തായാലും കേന്ദ്ര സർക്കാരോ അനുബന്ധ പ്രസ്ഥാനങ്ങളോ ഒന്നും പിൻപോട്ട് പോകില്ല. നിങ്ങൾ ദയവ് ചെയ്ത് സത്യാവസ്ഥ മനസ്സിലാക്കി വ്യാജ പ്രചരണങ്ങളിൽ പിന്മാറണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.